CPM-ന്റെ നയം അല്ല എന്ന് പറയേണ്ടി വരുമോ? ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് ആണ് എന്നൊരു നിലപാടെടുക്കുന്നതിന് വേണ്ടി? ഫാസിസ്റ്റ് ആണെന്ന നിലപാടാണോ എടുക്കേണ്ടത്? അല്ല, എന്താണ് അത് പാർട്ടിയല്ലേ തീരുമാനിക്കേണ്ടത്? അത് ഞങ്ങൾ തീരുമാനിക്കും. അതിനെ സംബന്ധിച്ച് പാർട്ടി ഏത് പ്രസംഗങ്ങളിൽ, ഞാൻ പറഞ്ഞത് ഈ കവലകൾ തോറുമുള്ള പ്രസംഗങ്ങളിലാണ്, അതിൽ ഏറ്റവും ആദ്യം പറയുന്ന കാര്യം ഫാസിസ്റ്റ് സർക്കാരിനെതിരെയുള്ള നയപരിപാടികളുമായി പാർട്ടി മുന്നോട്ട് പോകുന്നു എന്നാണ്. ആരെങ്കിലും പറയുന്നതോ നിങ്ങൾ എന്ത് ആരെയോ എടുത്തിരിക്കുന്നതാണ്. ഞാൻ പറയുന്നത് പിന്നെ വെറുതെ ആവശ്യമില്ലാതെ വർത്താൻ പാട്ട് കാര്യമില്ല. ഞങ്ങളുടെ പാർട്ടി പരിപാടി 2000 തിരുവനന്തപുരത്ത് നിന്നാണ് പാർട്ടി പരിപാടി 2000 ഞങ്ങൾ കാലോചിതമായിട്ട് മാറ്റിയത്. RSS ഫാസിസ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണ്. അത് നിയന്ത്രിക്കപ്പെടുന്നതാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടി. അങ്ങനെ തന്നെ അടുത്ത് പറഞ്ഞത്, RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഇത് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടിയെയും താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ ന്യൂക്ലിയസായി RSSന്റെ ഫാസിസ്റ്റ് രീതി കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ BJP. ഇത് 2000 പാർട്ടി പരിപാടിയിലെ 7ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ഖണ്ഡികയാണ്. അത് പാർട്ടി വ്യക്തമായിട്ട് പറഞ്ഞു. അത് പാർട്ടി പരിപാടിയിൽ അതിൻ്റെ തുടർച്ചയായിട്ടാണല്ലോ നമ്മുടെ രാഷ്ട്രീയ പ്രമേയം ഓരോ ഘട്ടത്തിലും ഞങ്ങൾ പ്രമേയം അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 22ാം പാർട്ടി കോൺഗ്രസ്, 23ാം പാർട്ടി കോൺഗ്രസ്, ഇപ്പോൾ 24ാം പാർട്ടി കോൺഗ്രസ്, ഈ 3 പാർട്ടി കോൺഗ്രസുകളിലായിട്ട് നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിൽ ഞങ്ങൾ പറഞ്ഞു വെച്ചത്, ഇന്ത്യയിൽ കോർപ്പറേറ്റുകളുടെ നേതൃത്വത്തിൽ, കോർപ്പറേറ്റുകളുടെ താല്പര്യം, കോർപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ കുത്തക മുതലാളിമാരുടെ താല്പര്യം, പിന്നെയോ ഹിന്ദുത്വ അജണ്ട, ഹിന്ദുത്വ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള അജണ്ട, അമിതാധികാര വാഴ്ച, അതിൻ്റെ ഫാസിസ്റ്റ് രീതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഫാസിസം എന്നല്ല, ഫാസിസ്റ്റിക് രീതിയാണ് എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റ് രീതിയാണ് ഇവിടെ അവലംബിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വിമർശനം അതിലുണ്ട്. ഞാൻ അത് ഇതിനോട് വിശദീകരിക്കുക. അത് 22ാം പാർട്ടി കോൺഗ്രസ്. 23ാം പാർട്ടി കോൺഗ്രസ് പറഞ്ഞു ഈ ഫാസിസ്റ്റ് പ്രവണത അജണ്ടയായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. രണ്ടാമത്തേത് ഇപ്പം നമ്മൾ കുറച്ചുകൂടി അടുത്തു. ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞു ന്യൂ ഫാസിസത്തിൻ്റെ പ്രവണതയാണ് ഇവിടെ നടപ്പിലാക്കാൻ. നവഫാസിസം എന്ന് പറഞ്ഞിട്ടില്ല, നവഫാസിസ്റ്റ് പ്രവണതയുള്ള ഫാസിസത്തിലേക്ക് തൊട്ടില്ല. അതായത് അവിടത്തേക്കാണ് നീക്കം, ഫാസിസത്തിലേക്കാണ് നീങ്ങുന്നത്. ആ നീക്കത്തെ പ്രതിരോധിക്കുന്നതിന് മതനിരപേക്ഷ ഉള്ളടക്കവും ഇടതുപക്ഷ ഐക്യവും രൂപപ്പെടുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് രാഷ്ട്രീയ പ്രമേയം. ഈ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ അകത്ത് ഞങ്ങൾ ഒരിക്കലും അർദ്ധഫാസിസം എന്ന് ഞങ്ങൾ ഉപയോഗിച്ചത് അടിയന്തരാവസ്ഥ ഘട്ടത്തെയാണ്. അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ അത് കോൺഗ്രസ് ആയാലും BJP ആയാലും ഞങ്ങൾ ഉപയോഗിച്ച പദമാണ് അർദ്ധഫാസിസമാണ്. അപ്പോഴും ഫാസിസം എന്ന് പറഞ്ഞിട്ടില്ല. ക്ലാസിക്കൽ ഫാസിസം എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ, ഇറ്റലിയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഫാസിസ്റ്റ് രീതിയാണ്. ഭരണകൂട വ്യവസ്ഥ മുഴുവൻ സ്വന്തം കയ്യിലൊതുക്കി പട്ടാളം ഉൾപ്പെടെയുള്ള എല്ലാറ്റിനെയും കേന്ദ്രീകരിച്ച് പ്രതിപക്ഷത്തിനെതിരായിട്ട്, ജനങ്ങൾക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ഗ്യാസ് ചാമ്പറിലിട്ട് കൊല്ലുന്ന ആ ഫാസിസ്റ്റ് രീതിയാണ് യഥാർത്ഥത്തിൽ ക്ലാസിക്കൽ ഫാസിസം. ഹിറ്റ്ലറുടെ അതിപ്പോഴില്ലല്ലോ. വന്നിട്ട് ഞാൻ നിങ്ങൾ തമ്മിലുള്ള ചർച്ച ഉണ്ടാവുമോ? ഈ പാർട്ടി ഓഫീസ് ഉണ്ടാവുമോ? ഈ ഗവൺമെന്റ് ഉണ്ടാവുമോ? ഇപ്പോൾ ഫാസിസ്റ്റ് ഇതിങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് ഞങ്ങളാരും ഫാസിസത്തിനെതിരായിട്ടുള്ള കൂട്ടായ്മ എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ഫാസിസ്റ്റിക് രീതിക്ക്, ഫാസിസ്റ്റ് പ്രവണതക്കെതിരായിട്ടുള്ള അതിശക്തിയായ ജനകീയ കൂട്ടായ്മ ഉണ്ടാവണം. അപ്പൊ ഇതിനകത്ത് ഒരു തിരുത്തൽ പോലെ വരുത്തൂല. കാരണം ഫാസിസത്തിനെതിരെ എന്ന് പറയില്ല, ഫാസിസത്തിലേക്കുള്ള പോക്കിനെതിരെയുള്ള അങ്ങനെ പറയണ്ടേ? പറയും, അങ്ങനെയല്ലേ പറയേണ്ടത്. ഫാസിസത്തിലേക്കുള്ള യാത്രയാണ്, അതിനെ പ്രതിരോധിക്കണം. അങ്ങനെ പ്രതിരോധിക്കാനുള്ള ജനാധിപത്യ അവകാശിപ്പുണ്ട്, പാർലമെന്ററി സംവിധാനമുണ്ട്. നിയോ ഫാസിസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? നിയോ ഫാസിസത്തിൻ്റെ പ്രത്യേകത അത് ആഗോളവൽക്കരണത്തിൻ്റെ ഉൽപ്പന്നമാണ്. ആഗോളവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നിയോ ഫാസിസം ആരംഭിക്കുന്നത്. അപ്പോൾ അതൊന്നും ഇവിടെ ആയിട്ടില്ല. നിയോ ഫാസിസം ഒന്നും ഇവിടെ വന്നു കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് പറയുമ്പോൾ നരേന്ദ്രമോദി സർക്കാരിനോട് ഒരു മൃദു സമീപനം ഞങ്ങൾക്ക് ഏറ്റവും ശക്തമത്തായ എതിരാണ്. BJP ഗവൺമെൻറ് അവിടത്തേക്കാണ് എത്തുക, അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കണം.
അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ ഫാസ് എന്ന് പറഞ്ഞിട്ടില്ല. ഒന്ന് ഫാസ് എന്നാന്ന് പറഞ്ഞാൽ എന്താ ആദ്യം പഠിക്കണം. നിയോ ഫാസ് എന്നാന്ന് പറയുന്നത് അതിലും രാഷ്ട്രീയ സ്വപ്നങ്ങളാണ്. അത് പഠിക്കാൻ തയ്യാറാവണം. ഒന്നുമില്ലാണ്ട് സമകാലിക രാഷ്ട്രീയത്തിൽ ആ ഒരു പ്രയോഗമേ തെറ്റാണ്. അത് നന്നായി CPM അങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നന്നായി അത് ജനത്തിനൊരു ബോധ്യമായിട്ടുണ്ട്. ഞങ്ങളത് വെറുതെ ഫാസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഫാസ് എന്ന് പറയുന്നത് ശരിയില്ല എന്നുള്ളത്. ഫാസത്തിലേക്കാണ് ഇതിൻ്റെ യാത്ര. അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള മുഴുവൻ ജനങ്ങളെയും അണിനിരത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.